5 നിറങ്ങൾ, 5 ഭൂഖണ്ഡങ്ങൾ. എല്ലാവരുടെയും ലക്ഷ്യം വിജയം മാത്രം. ഇന്നത്തെ ഫാക്ട് മാസ്റ്ററിൽ നമുക്ക് ഒളിമ്പിക്സിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ 3 വർഷത്തെ ഡിഗ്രി തല എക്സാമുകളിൽ 17ഓളം ക്വസ്റ്റ്യൻ ആണ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിൽ വിന്റർ ഒളിമ്പിക്സിന്റെ ഭാഗം PYQ ഡീകോഡറിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഒളിമ്പിക്സിൽ നിന്ന് ചോദിക്കുന്ന ബേസിക് ഫാക്ട്സിനെ കുറിച്ചും എന്താണ് ഹിസ്റ്ററി എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യമേ നമുക്ക് ഒളിമ്പിക് ഗെയിംസിന്റെ ഹിസ്റ്ററി നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒളിമ്പിക്സിനെ നമ്മൾ മോഡേൺ ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? മോഡേൺ ഒളിമ്പിക്സ് എന്ന്. ഈ ഒളിമ്പിക്സിന് പ്രചോദനമായിട്ടുള്ള ഒരു ഏൻഷ്യന്റ് ഒളിമ്പിക് ഗെയിംസ് ഉണ്ട്. എവിടെയാണ് നടന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണേ. ഗ്രീസിലാണ് നടന്നിട്ടുള്ളത്. ഗ്രീസ് എന്ന രാജ്യത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഒളിമ്പിക് ഗെയിംസിൽ. അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗ്രീസിൽ പണ്ട് നടന്ന ഒളിമ്പിക് ഗെയിംസിനെ പ്രചോദനമായിട്ടാണ് അല്ലെ, ആ ഒരു ഒളിമ്പിക് ഗെയിംസ് ഇൻസ്പയർഡ് ആയിട്ടാണ് മോഡേൺ ഒളിമ്പിക്സ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി അടുത്ത കാര്യം, ബാരൻ പിയോറെ ഡെ ക്യൂബർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ മുന്നിലേക്ക് മോഡേൺ ഒളിമ്പിക്സ് കൊണ്ടുവരുന്നത്. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഈ വർഷം നിങ്ങൾ ഓർത്തു വെക്കണം, 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്താണ് ഉണ്ടാക്കും. ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം. എന്താ, നമുക്കിങ്ങനെ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിംസ് നടത്തണം. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി വേണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇദ്ദേഹം മുന്നിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ടോ 1896 2 വർഷത്തിനിപ്പുറം 1896 ഇദ്ദേഹം ആദ്യമായിട്ട് ലീഡ് ചെയ്തിട്ട് ഏതൻസ് എവിടെയാടാ? ഗ്രീസിലാണ് അല്ലേ. അപ്പൊ ഗ്രീസിൽ ഏതൻസിൽ ആദ്യമായിട്ടുള്ള മോഡേൺ ഒളിമ്പിക് ഗെയിംസ് നടക്കും. കുറേ ഫാക്ട്സ് പറയുന്നുണ്ടല്ലേ, ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട, ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ്, പണ്ട് ഏൻഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്? ഗ്രീസിലാണ്. അത് കഴിഞ്ഞിട്ട് മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിംസ് വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയും ബെറൻ പിയോറെ ഡെ ക്യൂബർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി അതിന് മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ആദ്യമേ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെടുക്കും. അതിന്റെ വർഷം നമ്മൾ പഠിക്കുകയാണ് ഒരുമിച്ച്. 1894 2 വർഷത്തിന് ശേഷം എന്താ നടക്കുന്നത്? ഗ്രീസിൽ ആദ്യമായിട്ട് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് നടന്നു. ഓക്കെ, അപ്പൊ 2 വർഷമാകുമ്പോൾ 1896 ആദ്യത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത കാര്യം എന്താ അറിയണ്ടേ? അപ്പം അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയല്ലേ. അപ്പൊ പ്രസന്റ് ആയിട്ട് അത് ആരാ ലീഡ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ആരാ ലീഡ് ചെയ്യുന്നത്? കിർസ്റ്റി കോവൻട്രി എന്ന് പറയുന്ന ഒരു വനിതയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ മിസ് എന്തിനാ ഇങ്ങനെ വനിത എന്ന് എടുത്തു പറയുന്നത്? ഇവരാണ് ആദ്യത്തെ വുമൻ ആ ഒരു പൊസിഷനിൽ വരാൻ അർഹയായത്, അല്ലെങ്കിൽ പുള്ളിക്കാരിയാണ് വന്നത്. കൂടാതെ ഫസ്റ്റ് ആഫ്രിക്കൻ അല്ലെങ്കിൽ ഫസ്റ്റ് സിംബാബ്വിയൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതാരാണ്? കിർസ്റ്റി കോവൻട്രി ആണ് എന്നുള്ള കാര്യം. അപ്പൊ ഇത് നമ്മുടെ ഒരു മാർക്കാണേ. PSC നിങ്ങൾ 10th 12th കൂടി ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കിർസ്റ്റി കോവൻട്രിയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ PSC ചോദിച്ചിട്ടുണ്ട്. നമ്മളത് അറിഞ്ഞിരിക്കണം. അടുത്തത് അറിയേണ്ടത് 1896 ഏതൻസിൽ വെച്ചിട്ടാണല്ലോ ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത്. ആദ്യമായി മെഡലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അമേരിക്കൻ ആയിട്ടുള്ള ജെയിംസ് കുനോളി ആണ് കേട്ടോ. ആദ്യമായിട്ട് ദ ഫസ്റ്റ് ഒളിമ്പിക് മെഡലിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അത് ട്രിപ്പിൾ ജമ്പിനാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് കേട്ടോ. ഇപ്പോഴാണ് ട്രിപ്പിൾ ജമ്പ് എന്നുള്ളൊരു പേരൊക്കെ വരുന്നത്, മുമ്പേ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ട്രിപ്പിൾ ജമ്പ് എന്ന് എഴുതുന്നതാവും ബെറ്റർ. അപ്പോൾ ജെയിംസ് കുനോളിയുടെ കാര്യം ഓർക്കാം. 1896 ആദ്യമായി മെഡൽ നേട്ടം, അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ബേസിക്സ് ആണ്. 1896 കഴിഞ്ഞാൽ എപ്പോഴാവും അടുത്ത ഒളിമ്പിക്സ് നടക്കുക? ഇപ്പോൾ ഒളിമ്പിക്സ് ഞാൻ എടുത്ത് പറയുന്നത്, ഇത് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സമ്മർ ഒളിമ്പിക്സ് ആണ് കേട്ടോ. അപ്പം 1896 കഴിഞ്ഞിട്ട് 1900 എന്ന് പറയുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ 1900 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിൽ എന്ത് നടക്കുന്നു? പാരീസ് ഹോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആരാ ഹോസ്റ്റ് ചെയ്യുന്നത്? പാരീസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. പാരീസ് ഇതുവരേക്കും സമ്മർ ഒളിമ്പിക്സ് 3 തവണ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വർഷം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 1900, 1924, അത് കഴിഞ്ഞൊരു 100 വർഷത്തിനിപ്പുറം 2024. നമ്മൾ സമ്മർ ഒളിമ്പിക്സ് പഠിക്കാൻ നേരം പറയില്ലേ 2024 പാരീസ് ഒളിമ്പിക്സ് എന്നുള്ളത്, അത് 100 വർഷത്തിന് ഇപ്പുറമാണെന്നുള്ളത് ഓർക്കുക. ഇങ്ങനെ 3 തവണ പാരീസ് സമ്മർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം
കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അന്നത്തെ പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒരു വനിത കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഷാർലറ്റ് കൂപ്പറാണ് കേട്ടോ. ഷാർലറ്റ് കൂപ്പറാണ് ആ വനിത എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഈ റിങ്ങുകൾ വെച്ചിട്ട് അല്ലെ. ഓരോ കോണ്ടിനെന്റ്സിനെ അല്ലെ ഭൂഖണ്ഡങ്ങളെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു റിംഗ് ആണ്. ഈ റിംഗ് ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. അത് നമ്മുടെ സ്വന്തം PRID ക്യൂബർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി 1913 അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നത്. 12 സ്റ്റോക്ക്ഹോമിൽ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു റിംഗ് ഫോക്കസ് ചെയ്തിട്ട് ഒരു യൂണിറ്റ് എന്നുള്ള കാര്യം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാമെന്നും 13 ആകുമ്പോഴത്തേക്കും അദ്ദേഹം ഡിസൈൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ പിന്നെയും കുറെ വർക്കുകളൊക്കെ നടന്നിട്ടാണ് കേട്ടോ ഈ ഒരു റിങ്ങിന്റെ കാര്യം വരുന്നത് നമ്മുടെ മുന്നിലേക്ക്. അപ്പൊ ഒളിമ്പിക് സിംബൽ എന്നുള്ളതാണ് കേട്ടോ ഈ റിങ്ങുകൾ. ഇതിൽ ഓരോ ഭൂഖണ്ഡം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ലേ, നമുക്ക് നോക്കാം. ഈ ബ്ലൂ എന്ന് പറയുന്നത് യൂറോപ്പാണ് കേട്ടോ. ഇനി ഇതെന്താ, നമ്മള് ഏഷ്യയിലാണേ. ഇവിടെ ആഫ്രിക്കയാണ്. ഇതെന്താ, ഇവിടെ ഓസ്ട്രേലിയ ആണ്. റെഡ് എന്താടാ, അമേരിക്കയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവർ ഓരോ കളറിനും നെയിമിങ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഈസി ആയിട്ട് പഠിച്ചേ, നമ്മൾ ഓരോ റിങ്ങിന്റെയും കളറും പഠിച്ചേ. അടുത്തത് എന്താ അറിഞ്ഞിരിക്കേണ്ടത്, ഒളിമ്പിക് മോട്ടോ എന്തെന്നുള്ളത് നിങ്ങൾ അറിയണം. സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ് എന്നുള്ളതായിരുന്നു 2021 മുന്നേ വരെയുള്ള മോട്ടോ. പക്ഷേ 2021 എന്താ നടക്കുന്നത്, കമ്മ്യൂണിറ്റർ എന്ന് പറയുന്ന ഒരു വേർഡും കൂടി ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ലാറ്റിൻ ടേമുകളാണ് കേട്ടോ. സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂണിറ്റർ എന്നുള്ള രീതിയിലേക്ക് ഒളിമ്പിക് മോട്ടോ എന്താണ് വലുതായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്താ അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, പിന്നെ ലാസ്റ്റ് വേണ്ട അർത്ഥം എന്താ, ടുഗദർ. എന്താണടാ, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഒളിമ്പിക് മോട്ടോ ഒക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2021 എന്ന് വെച്ചാൽ ടോക്കിയോയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഈ കമ്മ്യൂണിറ്റർ എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇതൊരു PYQ ആണ് കേട്ടോ. ഗ്രീസ് ആണ് അല്ലെ, നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു പണ്ടത്തെ ഒളിമ്പിയയിൽ ഗ്രീസിൽ നടന്നിട്ടുള്ള ഗെയിംസ് വഴിയാണ് നമുക്ക് പ്രചോദനം ഉണ്ടായെന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ ആ ഗ്രീസ് തന്നെയാണ് എപ്പോഴും പരേഡ് ഓഫ് നേഷൻസ് നടക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ പോവുക. ഇത് PYQ ആണ്. എന്നാ പരേഡ് ഓഫ് നേഷൻസ്, ഇപ്പൊ ഞാനാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകും. ഓക്കെ, അതാണ് പരേഡ് ഓഫ് നേഷൻസ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരും. ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുണ്ടാവില്ല. അതല്ലാതെ എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് സ്പോർട്സ് അത്ലറ്റ്സ് ഞാൻ പറയുന്നില്ല ആരോ പേഴ്സണാലിറ്റീസ് ആരോ അവര് ആ ഒരു ഫ്ലാഗ് കയ്യിലേന്തി പിററായിട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു വലിയ മാർച്ചിൽ ആരാണ് ആദ്യമേ എപ്പോഴും പോവാ, ഗ്രീസ് ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, മിസ്സേ അവരാദ്യമേ പോയാ ഈ നടത്തുന്ന ആൾക്കാരോ അല്ലെ, പാരീസിൽ ഫ്രാൻസ് ആയിരുന്നല്ലോ 2024 നടത്തിയത്. അപ്പം അവരെവിടെയാ പോവാ, അവരാ ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ. ആ പരേഡിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ആര് പോവാ, ഈ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം പോവാ. ആദ്യമേ എപ്പോഴും ഗ്രീസ് പോകും, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ആ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം പോവാ. നമുക്ക് 2 മാർക്കാണ് ഇത്, 2 മാർക്കുകളാണ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്നാണ് ഒളിമ്പിക് ഡേ? PSCക്ക് ഇഷ്ടമാണ് ഒളിമ്പിക് ഡേയും ഇങ്ങനെയുള്ള ഡേയ്സ് ചോദിക്കാനൊക്കെ. അപ്പം ഒളിമ്പിക് ഡേ എന്ന് പറയുന്നത് ജൂൺ 23 അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്താണ് മിസ്സേ അന്നത്തെ പ്രത്യേകത? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1894 പിയറെ ക്യൂബർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി എന്തുണ്ടാക്കി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എന്നുള്ളത്. ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 23 അപ്പൊ ആ ജൂൺ 23 നമ്മുടെ ഒളിമ്പിക് ഡേ ആയിട്ട് നമ്മൾ എന്താണ് അനുസ്മരിച്ച് വരുന്നത് അല്ലെ. ആ ദിവസമാണ് ഒളിമ്പിക് ഡേ. ഇനി ആ ഒളിമ്പിക് ഡേ ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ് ഒളിമ്പിക് ഡേ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ വന്നത്. അത് എന്നോട്ട് ആചരിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് 1948 ആണ്. അപ്പൊ ഈ വർഷമൊക്കെ എങ്ങനെ ഓർക്കും മിസ്സേ, നമുക്ക് 47 ഇൻഡിപെൻഡൻസ് കിട്ടിയേ. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത വർഷം തൊട്ടാണ് ഒളിമ്പിക് ഡേ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടായെന്ന് വല്ല ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ജൂൺ 23 എന്ത് എന്നുള്ളതിന്റെ റീസൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അന്നാണ് പിയറെ ക്യൂബർട്ടിൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. വർഷം ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു 1894, 2
വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് നടന്നത്? ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നിട്ടുള്ളത്. അതെവിടെയാടാ? ഗ്രീസിലാണ്. അപ്പം ഓർത്തു വെക്കുക, ഗ്രീസ് പണ്ടത്തെ ഏൻഷ്യൻ ഗ്രീസിൽ നടന്നു എന്നുള്ളത് ഒളിമ്പിക്സ് ഗ്രീസിൽ അവിടെയാണ് നടന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ പെരേഡ് ഓഫ് നേഷൻസ് വരുമ്പം ആരാ ആദ്യം എപ്പോഴും പോവാ? ഗ്രീസ്. ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഗ്രീസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുക, PSC 2024 നടന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്, ആദ്യമായിട്ട് ഒളിമ്പിക് ഓത്ത് എപ്പോഴാണ് എടുക്കുന്നത്, ഏത് വർഷമാണ് എന്നുള്ളത്. അപ്പം അത്ലറ്റ്സ് എല്ലാവരും കൂടെ ഒളിമ്പിക് ഓത്ത് എടുത്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 1920 ബെൽജിയത്തിൽ നടന്നിട്ടുള്ള സമ്മർ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഓത്ത് എടുക്കുന്നത്. ബെൽജിയൻ ഫെൻസർ ആയിട്ടുള്ള വിക്ടർ ബോയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും വേണ്ടി ഒരു ബിഹാഫ് എന്നുള്ള രീതിയിൽ ഈ ഓത്ത് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒളിമ്പിക് ഓത്ത് അഥവാ പ്ലെഡ്ജ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് മസ്കോട്ട് അല്ലെങ്കിൽ ഭാഗ്യചിഹ്നത്തിനെ കുറിച്ച് അറിയണ്ടേ? ആദ്യത്തെ ഭാഗ്യചിഹ്നം അനൗൺസ് ചെയ്യുന്നത് 1972 മ്യൂണിച്ചിൽ നടന്നിട്ടുള്ള സമ്മർ ഒളിമ്പിക്സിലാണ്. വാൾഡി എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയായിരുന്നു കേട്ടോ. വാൾഡി എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയായിരുന്നു എന്നുള്ള കാര്യം അറിയാം. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള വ്യക്തിയാണിത്, മൈക്കിൾ ഫെൽപ്സ്. ഇദ്ദേഹത്തിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇദ്ദേഹമാണ് മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒളിമ്പ്യൻ, അല്ലെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒളിമ്പ്യൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വ്യക്തി. ഇൻ ടോട്ടൽ 28 മെഡൽ കിട്ടിയിട്ടുണ്ട്. അതിൽ 23 സ്വർണ്ണാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഐറ്റം? സ്വിമ്മിങ് ആണ് അല്ലേ? അദ്ദേഹത്തിന്റെ ഐറ്റം എന്താ? അദ്ദേഹം സ്വിമ്മർ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം അല്ലേ? കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവാം എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആർക്കുള്ളതാ? നിങ്ങൾക്കുള്ളതാ. എന്താ ക്വസ്റ്റ്യൻ? ദ ടീം ഫ്രം വിച്ച് കൺട്രി ഓൾവേസ് മാർച്ചസ് ഫസ്റ്റ് അറ്റ് ദ ഓപ്പണിംഗ് സെറമണി ഓഫ് ഒളിമ്പിക്സ് എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അത് കമന്റ് ചെയ്യണം, എന്നാലേ എനിക്ക് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി പഠിക്കാൻ ഇഷ്ടമാണോ? എന്നാൽ നമ്മുടെ ടെലിഗ്രാമിൽ ഒരു ഫ്രീ മെന്റർഷിപ്പ് എല്ലാ ശനിയാഴ്ചകളിലും 7 മണി തൊട്ട് 8 മണി വരെ രാവിലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചോ ഇല്ലയോ, ഇനി അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആ ഒരു ഫാക്കൽറ്റിയോട് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും. അപ്പം ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ട്സിനും ആ ഗെയിംസ് കളിച്ച് പഠിക്കാനും ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ. ടെലിഗ്രാം ഏതാണ്? ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഉണ്ടാവും ലിങ്ക്. KS മെന്ററിന്റെ ടെലിഗ്രാം ചാനലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാം അയച്ചു കൊടുക്കുക. ഇത് കൂടാതെ ഇതിന്റെ ഉത്തരവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. ടെലിഗ്രാം ചാനലിന്റെ കാര്യം മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.